ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാനൊരു തീരുമാനമെടുത്ത്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ആരോടും പറഞ്ഞിട്ടില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് എടുത്ത തീരുമാനമായത് കേട്ടോ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും ഒരു തീരുമാനം എടുക്കുന്നു, ഒരു ബാഗ് എടുക്കുന്നു, 2 ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കുന്നു, പോകുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. കുഞ്ഞുമണി ഉള്ളതുകൊണ്ട് കുഞ്ഞുമണിയുടെ സാധനം തന്നെ ഒരു കുന്നുണ്ടായിരുന്നു. 2 ദിവസത്തേനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അവളുടെ ഫുൾ സാധനം എടുക്കേണ്ടി വന്നു. അവളുടെ ബേബി വരെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിരുന്നു. ഇത് പുനലൂരുള്ളൊരു കടയാണ് NK സിൽക്സ്. എന്തായാലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഏട്ടനും നാത്തൂനും ചേട്ടനും കുഞ്ഞും ഉണ്ടായിരുന്നു. അവൾ കയറിയപ്പോഴേ ഫുൾ ഓണായിരുന്നു. പാട്ടൊക്കെ വെച്ച് ഫുള്ള് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. എന്തായാലും കൊച്ച് തളർന്ന് ഉറങ്ങിപ്പോയി. അവൾ ഉറങ്ങുന്നത് കണ്ടിട്ടാണ് കുഞ്ഞുമണി ഫ്രണ്ടിൽ ചേട്ടൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത്. പയ്യെ എൻ്റെ കയ്യിലോട്ട് വന്ന് അവൾക്ക് ആരെങ്കിലും ഉറങ്ങുന്നത് കണ്ടാൽ അതുങ്ങളുടെ കണ്ണിലും മൂക്കിലും വായും എല്ലാം കിള്ളി ഇങ്ങനെ എണ്ണിപ്പിക്കണം. അത് അവളുടെ ഒരു വിനോദമാണ്. ഇത് രാവിലെ എണ്ണിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ ഫസ്റ്റ് എണ്ണിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ കിള്ളി ഉണർത്തും. എന്തായാലും കൊച്ചിന് അവൾ കുത്തി ഉണർത്തി. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം എവിടെയാണെന്നൊന്നും ഓർമ്മയില്ല. എന്തായാലും എവിടെയോ നിർത്തി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ കുഞ്ഞുമണി ഇങ്ങനെ ഒളിഞ്ഞ് എൻ്റെ മുഖത്തോട്ട് നോക്കും കേട്ടോ. അപ്പോൾ അവളുടെ മുഖത്ത് നോക്കി നമ്മളിങ്ങനെ ചിരിച്ച് കാണിക്കണം. എന്നാലും നമുക്ക് സമാധാനം വരത്തുള്ളൂ. കുഞ്ഞുമണി അവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. വല്ലതും അറിഞ്ഞിട്ടാണോ എന്തോ. എന്തായാലും ഞാനും ചേച്ചിയും മസാല ദോശയും ഏട്ടനും നെയ് റോസ്റ്റുമാണ് ഓർഡർ ചെയ്ത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. കുഞ്ഞുമണിയുടെ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാം ഉറങ്ങി. ഒരു 12:15 കഴിഞ്ഞപ്പോഴത്തേന് 12:30 അടുത്തെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും വീട്ടിലെത്തി. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വണ്ടി കയറത്തില്ല, സ്കൂട്ടി കയറാനുള്ള വഴിയേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ പറയുന്നുണ്ട്, ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ എന്തോ, രാത്രി ഇനി കള്ളന്മാർ കയറി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി കൊടുക്കുമെന്നൊക്കെ പറയുമായിരുന്നു. അമ്മയുടെ ചെടി കൃഷിയാണ്. പൂവിടുന്ന ചെടിയൊന്നും കണ്ടില്ല. മൊത്തം ഒരുമാതിരി വനം പോലെ നിൽക്കുക കേട്ടോ. എന്തായാലും കുഞ്ഞുമണി ഫുൾ ഓണായിരുന്നു. നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുക അവരുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി. അവർ പെരയ്ക്കകത്ത് കിടന്ന് എന്തൊക്കെയോ പറയുന്നു കേട്ടോ. ആരൊക്കെയോ വരുന്നത്, ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ. എന്തായാലും അനിയനാണ് കഥക് തുറന്നത്. അമ്മ ഇങ്ങനെ പേടിച്ചിരണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് കുഞ്ഞുമണീനെ കണ്ടപ്പോഴത്തേനും അമ്മ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അല്ല, അവൻ എന്തുവായി ഫ്ലാഷ് കത്തിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു. ലൈറ്റ് ഇട്ടിട്ട് ഇറങ്ങി വന്നാൽ പോരായിരുന്നോ. എന്തായാലും കുഞ്ഞുമണി ഫസ്റ്റ് ഇങ്ങനെ അവൾക്ക് അവൾ മറന്നുപോയി എല്ലാവരും. അവൾ എന്നും കാണുന്ന ആൾക്കാരുടെ കൈ മാത്രമേ അവൾ പോകത്തുള്ളേ. ഉറക്കച്ചിടവിലാന്ന് തോന്നുന്നു. അമ്മയുടെ കയ്യിലോട്ട് ഒന്നും അറിയാതെ പോയിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്തോട്ടാണ് പോയത്. അച്ഛൻ അമ്മയൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എങ്ങനെയാ 12:30 ആയില്ലേ, അവർ ഉറങ്ങാതിരിക്കുന്നത് എങ്ങനെയാല്ലേ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുവാണ്. ഇതുങ്ങളൊന്നും പറയത്തുപോലും ഇല്ല, പറയാതെ വന്നേക്കുവാന്നൊക്കെ പറഞ്ഞ് എന്തായാലും അച്ഛനെ ഉണർത്തി. അവർ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ തൊട്ട് താഴെയാണ് നമ്മൾ ചേച്ചിയും ചേട്ടായിയും ഒക്കെ താമസിക്കുന്നത്. എൻ്റെ അച്ഛയുടെ കടയാണ്. അച്ഛയ്ക്ക് ചെറിയൊരു കടയുണ്ട്. അതിൻ്റെ മണ്ടയിലാണ് ചേച്ചിയൊക്കെ താമസിക്കുന്നത്. എന്തായാലും എല്ലാവരും ഉറക്കം കളഞ്ഞില്ലേ, അവരങ്ങനെ ഉറങ്ങണമെന്നോർത്ത് നമ്മൾ അവരെ കുത്തി എണ്ണിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണേ. അവർ ഞെട്ടി തരിച്ചു പോയി. കുഞ്ഞുമണി ഞങ്ങൾ വരുമെന്ന് അവർ മനസ്സിൽ പോലും ഓർത്തില്ല. കാരണം അന്നും കൂടെ വിളിച്ചതേ ഉള്ളൂ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന്. ഞങ്ങൾ വഴിയേ ഇല്ല, ഞങ്ങൾ വരുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. അവളെന്തായാലും ചേച്ചിയുടെ കയ്യിലും പോയി കേട്ടോ. ആദ്യത്തെ ഈ പോക്കെ ഉള്ളായിരുന്നു, പിന്നെ പോയൊന്നുമില്ല. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി. അവർ എണ്ണീറ്റു. അങ്ങനെ എല്ലാവരും ഉറക്കം കളഞ്ഞ സന്തോഷത്തിൽ ഞങ്ങളും കിടന്നുറങ്ങി. എന്തായാലും നമുക്ക് നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.